വന്ദന. സമകാലിക സമൂഹത്തിൽ നമ്മെ ഏറെ ഞെട്ടിച്ച അല്ലെങ്കിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് യുവ ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ. പുതിയ സംഭവങ്ങൾ പഴയ ദുരന്തങ്ങളെ വിഴുങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് നാം അത്തരം മുഖങ്ങളെ ഓർക്കാറില്ല. ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണമുള്ള എന്റെ ഈ കൊച്ചു ഏകാഭിനയത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. നോക്കി, നമ്മുടെ മോളെ നമുക്ക് നല്ലൊരു ഡോക്ടറാക്കണം. അതെ, അല്ലെങ്കിൽ വേണ്ട. നമ്മൾ എന്തിനാ വെറുതെ അവളുടെ ആഗ്രഹങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ കൈകടത്തുന്നത്? അവൾ വളർന്നു വലുതായി അവൾ തന്നെ തീരുമാനിക്കട്ടെ അവൾ ആരാവണമെന്ന്. അതെ, അതിന്റെ ഒരു ശരി. വേണ്ട അമ്മ, ഞാനില്ല. എനിക്ക് പേടിയാ അമ്മ, എനിക്ക് പേടിയാ. എന്തിനാ മോളെ പേടിക്കണേ? അമ്മയില്ല കൂടെ, ഇങ്ങ് വാടാ. ഇല്ല, ഞാൻ പേടിയാ. ഡോക്ടർ എനിക്ക് സൂചി കുത്തു, എനിക്ക് പേടിയാ അമ്മ. എന്തിനാ മോളെ കരയുന്നേ? ഇങ്ങ് വാ. വേണ്ട, ഡോക്ടർ എനിക്ക് സൂചി കുത്താനല്ലേ? അല്ലടാ, മോൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടാണോ? മോൾക്ക് ഡോക്ടർ ആന്റി നല്ലൊരു കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആനയും കുഞ്ഞുറുമ്പും ഉണ്ടായിരുന്നു. കുഞ്ഞുറുമ്പിങ്ങനെ പമ്മി പമ്മി വന്ന് ഒറ്റക്കടി. വേദനിച്ച മോൾക്ക്? ഇല്ല, കുറച്ച്. എന്നാ ഡോക്ടർ ആന്റിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെ. കെട്ടിപ്പിടിച്ച ഉമ്മ. നോക്കേ, എനിക്ക് വളർന്ന് വലുതാവുമ്പോ ഈ ഡോക്ടർ ആന്റിയെ പോലെ നല്ലൊരു ഡോക്ടറാണ്. അതിനെന്താ, അമ്മയുടെ മോളെ അമ്മ നല്ലൊരു ഡോക്ടറാക്കാം. കേട്ടാ? ഓക്കേ. അങ്ങനെ ആ കൊച്ചുപിടിക്ക് വെറും വന്ദനയിൽ നിന്ന് ഡോക്ടർ വന്ദനയിലേക്ക്. അടങ്ങി നിൽക്കാനല്ല നിന്നോട് പറഞ്ഞത്. ആ ഡോക്ടർ, നമ്മുടെ ഒരു പേഷ്യന്റ് ആണ്. അത് കാലിലൊരു ഇഞ്ചറി. പിന്നെ ഇയാളുടെ മെഡിക്കൽ ഒന്ന് അടിക്കണം. വന്ദന, നമുക്ക് ഈ കേസ് ചെയ്യണ്ട. സീനിയേഴ്സിനാണെങ്കിലും വിളിക്കാം. എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ഇത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? പോരാത്തതിന് ഇത്രയും പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. എന്നാലും നീ ഇങ്ങ് വാ. ഇത് വലിയ മുറിവായിട്ടൊന്നും പറയാനില്ല. ഒന്ന് ഡ്രസ് ചെയ്താൽ മതിയാവും. യുവ ഡോക്ടറിനെ കുത്തിക്കൊന്ന പേഷ്യന്റ്. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടെന്ന റിപ്പോർട്ട്. എന്റെ ഈശ്വര, എന്തൊക്കെയായി കേൾക്കണേ? ഒരു ഡോക്ടറിനെ പേഷ്യന്റ് കുത്തിക്കൊല്ലേ? അതും ഇത്രയും പോലീസുകാരൊക്കെ ഉണ്ടായിട്ടോ? നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കണ്ടേ? ഹലോ, അതെ, വന്ദനയുടെ അമ്മയാണ്. ഹലോ, അമ്മയുടെ വന്ദന മോളെ, അമ്മയെ വിളിക്കണേ. എന്റെ മോളെ ഡോക്ടറാ. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ മിടുക്കിയായിരുന്നു. +2-ലൊക്കെ ഉയർന്ന മാർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ കണ്ടില്ലേ എന്റെ മോളുടെ നിസ്സഹായാവസ്ഥ? എത്ര പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്റെ മോളെ ഒന്ന് രക്ഷിക്കായിരുന്നില്ലേ? സകല സേഫ്റ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനൊക്കെ വരില്ലായിരുന്നു. അവളെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി. എന്നിട്ടും പുറത്ത് ചാടി പിടിച്ച് കൊത്തിക്കളഞ്ഞു. എന്തിനാ എന്റെ മോളോട് ഇങ്ങനെ? എന്റെ മോള് കൊല്ലിക്കാൻ വേണ്ടിയാ. സഹോദരരെ, ജീവൻ രക്ഷിക്കുന്നവർക്ക് നേരെയുള്ള ഇത്തരം അക്രമങ്ങൾ നടക്കുന്നത് US-ലോ ജപ്പാനിലോ ഒമാനിലോ അല്ല, നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ
ഇനിയും വരും ഡോക്ടർ പന്തരാ.